Good morning, students. Today we will discuss the module number 2, applications of partial differential equations. ഇതിലെ main contents എന്താണെന്നൊക്കെ നോക്കാം. First point, one-dimensional wave equation, vibration of a stretched string, derivation. Second point, solution of wave equation using method of separation of variables, D-Albert solution of wave equation. Third point, one-dimensional heat equation, derivation. Fourth point, solution of heat equation. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ മെയിൻ ആയിട്ടുള്ള കണ്ടന്റ്സ്. നമുക്ക് ഇവിടെ നമ്മൾ പഠിച്ചു തുടങ്ങുന്നത് എങ്ങനെയാണ്? ആദ്യം വേവ് ഇക്വേഷൻ തരുന്നു. ആ വേവ് ഇക്വേഷന്റെ പാർഷ്യൽ ഡിഫറൻഷിയേഷൻ പരിചയപ്പെടുന്നു. ആ പാർഷ്യൽ ഡിഫറൻഷിയേഷൻ നമ്മൾ മെത്തേഡ് ഓഫ് സെപ്പറേഷൻ വേരിയബിൾസ് ഉപയോഗിച്ച് സോൾവ് ചെയ്തെടുക്കുന്നു. അങ്ങനെ ആ സൊല്യൂഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ സൊല്യൂഷൻ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യാം, അതാണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്. അങ്ങനെ പ്രോബ്ലംസ് ചെയ്തതിന് ശേഷം ഈ വേവ് ഇക്വേഷൻ തന്നെ നമുക്ക് ഡി ആൽബർട്ട്സ് ഉപയോഗിച്ച് അതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ സാധിക്കും. അങ്ങനെ ആ സൊല്യൂഷൻ കണ്ടുപിടിച്ചതിന് ശേഷം ആ സൊല്യൂഷൻ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യാം. പിന്നെ മറ്റേത് രണ്ടാമത് പിന്നെ വരുന്ന ഹീറ്റ് ഇക്വേഷൻ ആണ്. ഹീറ്റ് ഇക്വേഷന്റെ ഡെറിവേഷൻ, അതുപോലെ ഹീറ്റ് ഇക്വേഷന്റെ സൊല്യൂഷൻ, ഹീറ്റ് ഇക്വേഷൻസിന്റെ പ്രോബ്ലംസ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ സെക്കൻഡ് മോഡ്യൂളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളിപ്പോ വേവ് ഇക്വേഷനിലെ ഒരു പ്രോബ്ലം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ വേവ് ഇക്വേഷൻ തൊട്ട് അടുത്ത പ്രോബ്ലം ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്ത പ്രോബ്ലത്തിലെ കുറേ കാര്യങ്ങൾ നമുക്ക് ഇങ്ങോട്ടേക്ക് എടുക്കാൻ സാധിക്കും. അപ്പൊ ഒരു പ്രോബ്ലം കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ അടുത്ത പ്രോബ്ലം ചെയ്യാൻ വളരെ എളുപ്പമാണ്. അപ്പൊ വേവ് ഇക്വേഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഹീറ്റ് ഇക്വേഷനിലെ പ്രോബ്ലം ചെയ്യാനും കുറേ സിമിലാരിറ്റീസ് അതിൽ വരുന്നുണ്ട്. അപ്പൊ പ്രോബ്ലംസ് ഇത്തിരി ലെങ്തി ആണെങ്കിലും നമുക്ക് ചെയ്തെടുക്കാൻ വളരെ എളുപ്പമുണ്ട്. ഒരു ചെറിയൊരു കൺസെപ്റ്റ് മനസ്സിൽ പതിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു മോഡ്യൂളാണ് നമ്മുടെ രണ്ടാമത്തെ മോഡ്യൂളായ ആപ്ലിക്കേഷൻസ് ഓഫ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇന്ന് കൃത്യമായിട്ട് നിങ്ങൾ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലെ മാർക്ക് സ്കോർ ചെയ്യാൻ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. കാരണം ഒരു പ്രോബ്ലം നിങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ അതിൽ നിന്ന് എടുത്ത് രണ്ടാമത്തെ പ്രോബ്ലത്തിലേക്ക് കൊടുക്കാൻ സാധിക്കും. അത് വേവ് ഇക്വേഷൻ ആയാലും ഹീറ്റ് ഇക്വേഷൻ ആയാലും. അപ്പൊ അതുകൊണ്ട് നമുക്ക് കുറെ സിമിലാരിറ്റീസ് അതിൽ വരുന്നുണ്ട്. പിന്നെ ഇതിൽ എക്സാമിനേഷന് വരുമ്പോൾ പോയിന്റിനൊക്കെ മാർക്ക് ഉണ്ട്. നമ്മൾ വേവ് ഇക്വേഷന്റെ ഒരു പ്രോബ്ലം ചോദിച്ചു കഴിഞ്ഞാൽ വേവ് ഇക്വേഷന്റെ പാർഷ്യൽ ഡിഫറൻഷിയേഷൻ നമ്മൾ എഴുതണം, അതിന്റെ സൊല്യൂഷൻ നമ്മൾ എഴുതണം. അതിൽ ഓരോ കണ്ടീഷൻസ് അപ്ലൈ ചെയ്ത് എഴുതുന്ന ഓരോ കണ്ടീഷൻസ് നമുക്ക് മാർക്ക് തരും. അപ്പൊ അതുകൊണ്ട് ഓരോ കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കണം. അപ്പൊ കുറച്ച് പ്രോബ്ലംസ് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഈ കണ്ടീഷൻസും ഈ പോയിന്റ്സും ഒക്കെ നമ്മുടെ മനസ്സിൽ കൃത്യമായിട്ട് പതിഞ്ഞു കയറും. പിന്നെ നമുക്ക് വളരെ ഭംഗിയായിട്ട് നമുക്കത് ചെയ്യാൻ സാധിക്കും. പെട്ടെന്ന് നമുക്ക് പഠിച്ചെടുക്കാൻ കഴിയുന്ന ഒരു മോഡ്യൂളാണ് രണ്ടാമത്തെ മോഡ്യൂളായ ആപ്ലിക്കേഷൻസ് ഓഫ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. അപ്പൊ ഇതില് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ആദ്യം തന്നെ വേവ് ഇക്വേഷൻ, അതിന്റെ ഡെറിവേഷൻ, അതിന്റെ സൊല്യൂഷൻ, ആ സൊല്യൂഷൻസ് ഉപയോഗിച്ച് പ്രോബ്ലംസ്. വേവ് ഇക്വേഷൻ തന്നെ ഡി ആൽബർട്ട്സ് ഉപയോഗിച്ചിട്ടും നമ്മൾ അതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നുണ്ട്. അത് ഉപയോഗിച്ചുള്ള പ്രോബ്ലംസ്. പിന്നീട് ഹീറ്റ് ഇക്വേഷനിലേക്ക് കടന്നാൽ ഹീറ്റ് ഇക്വേഷന്റെ ഡെറിവേഷൻ ഉണ്ട്, ഹീറ്റ് ഇക്വേഷന്റെ പ്രോബ്ലംസ് ഉണ്ട്, ഹീറ്റ് ഇക്വേഷന്റെ സൊല്യൂഷൻ ഉപയോഗിച്ചുള്ള പ്രോബ്ലംസ്. അങ്ങനെ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു മോഡ്യൂളിൽ ചെയ്യുന്നത്. കുറച്ച് കാര്യങ്ങൾ ഓർത്തിരുന്നാൽ മതി. പക്ഷെ നമ്മൾ ഓർത്തിരിക്കുന്ന കാര്യം കൃത്യമായിട്ട് നമ്മൾ ഓർത്തു കഴിഞ്ഞാൽ നമുക്ക് ഭംഗിയായിട്ട് പരീക്ഷ നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു മോഡ്യൂളാണ് രണ്ടാമത്തെ മോഡ്യൂള് ആപ്ലിക്കേഷൻസ് ഓഫ് പാർഷ്യൽ ഡിഫറൻഷിയേഷൻ. അപ്പൊ ഇതില് വേവ് ഇക്വേഷൻ പഠിക്കണം, ഹീറ്റ് ഇക്വേഷൻ പഠിക്കണം. വേവ് ഇക്വേഷന്റെ സൊല്യൂഷൻ രണ്ട് വിധത്തിൽ പഠിക്കണം. ഒന്ന്, നമ്മൾ മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ് ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് അതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാം. രണ്ടാമത് ഡി ആൽബർട്ട്സ് ഉപയോഗിച്ച് എങ്ങനെ സൊല്യൂഷൻ കണ്ടുപിടിക്കാം. അതുപോലെ തന്നെ ഹീറ്റ് ഇക്വേഷന്റെ സൊല്യൂഷൻ മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ് ഉപയോഗിച്ച് നമ്മൾ കണ്ടുപിടിക്കാം, അതിന്റെ പ്രോബ്ലംസ് കണ്ടുപിടിക്കാം. ഈ ഹീറ്റ് ഇക്വേഷന്റെയും വേവ് ഇക്വേഷന്റെയും ഡെറിവേഷനും നമ്മൾ പഠിക്കണം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചാൽ ഈ മോഡ്യൂളിലെ ഫുൾ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇതിന്റെ ഓരോ കാര്യങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ 1 by 1 ആയിട്ട് നമുക്ക് ചെയ്യാം. അപ്പൊ എല്ലാവരും കൃത്യമായിട്ട് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് തുടക്കം മുതൽ കൃത്യമായിട്ട് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ മോഡ്യൂളിലും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും കേട്ടോ.